ഹലോ, വെൽക്കം ടു ഹോം അൺഫിൽറ്റർഡ്. അപ്പോൾ ഇന്ന് മോർണിംഗ് നമ്മൾ അഞ്ജുന ബീച്ച് എല്ലാം കവർ ചെയ്തു, അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഐക്കാർഡിൽ വീഡിയോസ് എല്ലാം കൊടുക്കാം. ഗോവേൻ്റെ എല്ലാ ടൂർ വീഡിയോസും ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നേരെ പോകുന്നത് വാഗറ്റോർ ബീച്ചിലേക്കാണ്. വാഗറ്റോർ ബീച്ച് ശരിക്കും നമുക്ക് രണ്ട് പാർട്ടാക്കാം കേട്ടോ. ഒന്നൊരു വ്യൂ പോയിന്റ് ആണ്, കുറച്ച് ഉയരത്തിൽ നിന്ന് നമുക്ക് ആ വ്യൂ പോയിന്റ് ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഫുള്ള് കടലിൻ്റെ നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട്, നല്ല കാറ്റുണ്ട്, നല്ല അടിപൊളി ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കാം. സോ അതിൻ്റെ സൈഡിലൂടെയുള്ള താഴേക്കൊരു വഴിയുണ്ട്, അവിടേക്ക് അത് കൂടെയാണ് നമ്മൾ ബീച്ചിലേക്ക് പോകേണ്ടത്. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഈ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തായിട്ട് സ്ഥലമുണ്ട്. കാറ് താഴേക്ക് ഇറങ്ങുമെന്ന് സംശയമാണ്, കുറച്ച് വലിയൊരു കയറ്റാണ്. മേ ബി ഓഫ് റോഡ് വണ്ടികളൊക്കെ ചിലപ്പോൾ ഇറങ്ങുമായിരിക്കാം. നമ്മൾ വ്യൂ പോയിന്റിൻ്റെ അടുത്ത് തന്നെ കാറ് പാർക്ക് ചെയ്തിട്ട് അവിടേക്ക് നടന്നാണ് പോയിട്ടുള്ളത്. അപ്പോൾ വ്യൂ പോയിന്റിൽ കയറി കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോഴേക്ക് ഫുഡ് കഴിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. നവരത്ന ഉടുപ്പി ഹോട്ടൽ ഒരു വെജ് ഹോട്ടലാണ്. ഫുഡ് ഒട്ടും നന്നായിരുന്നില്ല. നമ്മളെന്താ ഫ്രൈഡ് റൈസ് ജ്യൂസും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. അത് കഴിച്ചു. അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി. ഇന്ന് നേരം കളയാതെ നേരെ ബീച്ചിലേക്കാണ്. നല്ല അടിപൊളി ബീച്ചാണ് വാഗറ്റോർ ബീച്ച്. വളരെ ആൾക്കാർ തീരെ കുറവാണ് ഇവിടെ. ഈ സമയത്ത് പോലും ആൾക്കാർ തീരെ കുറവാണ്. പിന്നെ ചെറിയ പാറക്കൂട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല കാണാനും അടിപൊളി, നല്ല അടിപൊളി ഒരു ആംബിയൻസ് ഒക്കെയാണ് ബീച്ചിൽ. നമുക്ക് ശരിക്കും ബീച്ച് എൻജോയ് ചെയ്യണമെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരുള്ള ഈ വാഗറ്റൂർ ബീച്ചിലൊക്കെ എൻജോയ് ചെയ്യാം. ആണെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അവിടെ പിന്നെ ഒരുപാട് ഭയങ്കര ശക്തിയിൽ അങ്ങനെ തിരമാലയൊന്നും അടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ ബീച്ചിന്റെ സ്പെഷ്യാലിറ്റി. എവിടെയാ എന്താ ആക്കിയത്? എന്താ അമ്പഴത് കുഴിച്ചിട്ട്? അയ്യടാ, അനക്ക് നല്ല രസല്ലേ ഈ സിമെന്റ് ഇടത്? അത് നന്നായി. ഇനി കിട്ടും, അത് കിട്ടും, അത് കിട്ടൂല്ലേ? ഓക്കെ, അങ്ങനെ ആക്കുന്ന നഖത്തോണ്ടാക്കണ്ട, നഖത്തിനുള്ളിലൊക്കെ മണ്ണ് കയറും. ഇനി ഗോവയിൽ വന്നിട്ട് ഗോവൻ സ്പെഷ്യൽ ബ്രെയ്ഡ് ചെയ്തില്ല എന്നൊരു സങ്കടം മാറ്റാൻ വേണ്ടി അവിടേക്കൊരു ചേച്ചി വരുന്നുണ്ടായിരുന്നു. 200 രൂപയൊക്കെ പറഞ്ഞു. പിന്നെ പേശി കുറച്ച് അങ്ങനെ ബ്രെയ്ഡ് ചെയ്യുന്ന ആളെത്തി. അധിക സമയമൊന്നും എടുത്തില്ല കേട്ടോ, ഒരു 3-4 മിനിറ്റ് കൊണ്ട് അവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സംസാരിച്ചൊക്കെ അടിപൊളിയായിരുന്നു. പുള്ളിക്കാരി നല്ല സംസാരപ്രിയായിരുന്നു. അങ്ങനെ ബ്രെയ്ഡൊക്കെ ചെയ്ത് പിന്നെ ഞാൻ കുറച്ച് നേരം ആ ബ്രെയ്ഡും ചെയ്തതും വെച്ചിട്ട് കുറച്ച് ഷോ ഒക്കെ കാണിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് ഓവറാക്കി നടന്നു. അങ്ങനെ ഇനിയിപ്പോൾ സമയമായി ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഗോവയോട് ഇതാ ബൈ ബൈ പറയാൻ ടൈമായി. പക്ഷെ ഗോവ വിട്ടു പോകുമ്പോൾ ഒരു ചെറിയ സങ്കടമുണ്ട്. ഇവിടുന്ന് തിരിച്ചു വരാം എന്നുള്ള ഉറപ്പിലാണ് ഇവിടുന്ന് പോകുന്നത്. ഇനിയും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് ഗോവ. എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത വെക്കേഷൻ ഗോവയിലേക്ക് ആക്കൂ. എൻജോയ് ചെയ്യാൻ പറ്റും. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ എങ്ങനെ വേണേലും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നേരെ നമ്മൾ ബുക്ക് ചെയ്ത ബസ്സിലേക്കാണ്. സ്ലീപ്പർ ബസ്സാണ് ബുക്ക് ചെയ്തത്. മോനുള്ളത് കൊണ്ട് തന്നെ സ്ലീപ്പർ ആയിക്കോട്ടെ എന്നായിരുന്നു പ്ലാൻ. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് സ്ലീപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ സെമി സ്ലീപ്പർ ആയിരുന്നു എടുത്തത്. സോ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ തിരിച്ചു പോകുമ്പോൾ എന്തായാലും സ്ലീപ്പർ തന്നെ മതിയെന്ന് പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബസ്സിൻ്റെ നമ്മളെ സീറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ 2 ചാർജിങ് പോയിന്റ് കിട്ടുന്നുണ്ട്. നല്ല കോംഫി ബെഡാണ്. പിന്നെ ഒരു ലഗേജ് വെക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. 2 ബ്ലാങ്കറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ഇറിച്ചുട്ടനടക്കം ഞങ്ങളെപ്പോലുള്ള 3 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നൈറ്റ് വണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. അവിടുന്ന് ഫുഡും കഴിച്ച് വീണ്ടും ബസ്സിൽ കയറി. ഒന്നാമത് ദീപാവലി കഴിഞ്ഞ് പോകുന്ന ഒരു ടൈം ആയതുകൊണ്ട്
നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ ഗോവൻ സീരീസ് ഇവിടെ തീരാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.